ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നീക്കങ്ങളിൽ സ്വാധീന ശക്തിയായി കരിമണൽ ലോബി. മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലടക്കം കരിമണൽ ലോബി ഇടപെടുന്നതായാണ് സൂചന. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരന്റെ പരാജയത്തിനായി മുന്നിട്ടിറങ്ങിയ കരിമണൽ കമ്പനി ഉടമയടക്കം ഖനനാനുകൂലികളെ ജനപ്രതിനിധിയാക്കാനുള്ള ശ്രമം ഇന്നും നടത്തുകയാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ VM സുധീരനുണ്ടായ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നിൽ കരിമണൽ ലോബിയുടെയും കരിമണൽ ഖനനത്തിനായി വാദിച്ച മുസ്ലിം ലീഗിന്റെയും പരസ്യമായ ഇടപെടലും കാരണമായിരുന്നു. ഖനനത്തെ അനുകൂലിക്കുന്നവരെ അകമഴിഞ്ഞ് സാമ്പത്തികമായി സഹായിച്ചിരുന്ന കരിമണൽ കമ്പനി ഉടമ വിരുദ്ധരെ പരാജയപ്പെടുത്താനായും തന്റെ ബന്ധങ്ങളും പണവും വിനിയോഗിച്ചിരുന്നു. കരിമണൽ ഖനനത്തെ എതിർക്കുന്നവരെ ആലപ്പുഴയിലെ പ്രവർത്തന മേഖലയിൽ നിന്നും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി CPM-ൽ ചെലുത്തുന്ന സ്വാധീനം തോമസ് ഐസക്കിനെയും G സുധാകരനെയും ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതിൽ നിർണായകമായതായാണ് വിലയിരുത്തപ്പെടുന്നത്. 2007-ൽ VS സർക്കാർ പുതിയ വ്യവസായ നയം കൊണ്ടുവന്നപ്പോൾ യന്ത്രവൽകൃത ധാതുമണൽ ഖനനം ഉണ്ടാകില്ലെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സമീപനമേ ധാതുമണൽ മേഖലയിൽ സ്വീകരിക്കൂ എന്നും പ്രഖ്യാപിച്ചിരുന്നു. CPM-ന്റെ നിലപാട് കൂടിയായിരുന്നു തീരുമാനത്തിന് പിന്നിൽ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യ ആർജിച്ച് ടൈറ്റാനിയം അധിഷ്ഠിത വ്യവസായ ശൃംഖല ഉണ്ടാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെ ആറാട്ടുപുഴയിൽ നിന്നും തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ ശേഖരിച്ച് KMRL-ന് കൈമാറാനുള്ള സാഹചര്യമൊരുക്കി. എക്സാലോജിക്ക് വഴി പണമെത്തിയതോടെ KMML-ൽ നിന്നും സംസ്കരിച്ച കരിമണൽ CMRL-ലും എത്തി. ഈ മണൽ നീക്കം മൂലം ആശങ്കയിലായ തീരവാസികൾക്കായി സ്വാധീനം ചെലുത്താൻ പ്രതിപക്ഷവും ഉണ്ടാകില്ലെന്നും വ്യക്തമാണ്. KPCC പ്രസിഡന്റായിരിക്കെ 2016-ൽ ഹരിപ്പാട്ട് നിന്നും MLA ആയ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരമേറ്റതിന്റെ അടുത്ത ദിവസം പ്രഖ്യാപിച്ചത് തൃക്കുന്നപ്പുഴ കുമാരകോടി പാലത്തിന്റെ നിർമ്മാണമായിരുന്നു. ഈ പാലത്തിന് സമീപത്തായിരുന്നു CMRL എന്ന കരിമണൽ കമ്പനിക്കായി ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നത്. ഇതേ കമ്പനിയിൽ നിന്നും രമേശ് ചെന്നിത്തല പണം കൈപ്പറ്റിയതായുള്ള വിവരം പുറത്തു വന്നതോടെ ചെന്നിത്തലയും കമ്പനിയുമായുള്ള ബന്ധത്തിനും കൂടുതൽ വ്യക്തത വന്നു. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ വില്ലേജിലെ 13 ബ്ലോക്കുകളിൽപ്പെട്ട ഭൂമിയിലെ കരിമണൽ ഖനനത്തിനുള്ള നീക്കം സജീവമായിരിക്കെ അതേ മണ്ഡലത്തിലെ ജനപ്രതിനിധി ഖനന നീക്കം നടത്തുന്ന സ്ഥാപന ഉടമയിൽ നിന്നും പണം കൈപ്പറ്റി എന്നതാണ് ശ്രദ്ധേയം. കരിമണൽ ഖനനത്തെ അനുകൂലിച്ച് വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് തൃക്കുന്നപ്പുഴയിലെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതും കരിമണൽ ലോബിയുടെ സ്വാധീനത്തിന്റെ ദൃഷ്ടാന്തമാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.